ടൊവിനോ നായകനായെത്തിയ വഴക്കെന്ന സിനിമ കുറച്ച് ദിവസങ്ങളിലായി വിവാദങ്ങളിലാണ്. ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സിനിമയുടെ OTT തിയേറ്റർ റിലീസിന് വേണ്ടി നിർമ്മാതാവ് കൂടിയായ ടൊവിനോ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകനായ സനൽകുമാർ ശശിധരന്റെ പരാതി. അദ്ദേഹം അക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് പരാജയപ്പെടുമെന്ന പേടി കൊണ്ടാണ് ടൊവിനോ അതിന് തയ്യാറാകാത്തതെന്നും സനൽകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് വലിയ വിഷയമാവുകയും ടൊവിനോ തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ലൈവിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സനൽകുമാർ പങ്കുവച്ച മറ്റൊരു പോസ്റ്റാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. മറ്റൊന്നുമല്ല, വിമിയോയിൽ അപ്ലോഡ് ചെയ്ത വഴക്ക് സിനിമയുടെ പ്രിവ്യൂ കോപ്പി ലിങ്ക് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഇതൊരൽപ്പം എടുത്തുചാട്ടമോ അഹങ്കാരമോ ആയിപ്പോയില്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. കോപ്പി ലിങ്കിന്റെ കൂടെ ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമ. വഴക്ക്, ദ ക്വാറൽ കാണണമെന്നുള്ളവർക്ക് കാണാം. എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം എന്നാണ് സനൽകുമാർ ശശിധരന്റെ വാക്കുകൾ. സനലിന്റെ തന്നെ വിമിയോ അക്കൗണ്ടിൽ 2 വർഷം മുൻപ് അപ്ലോഡ് ചെയ്ത ലിങ്കാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. 2022 വഴക്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. കനി കുസൃതിയായിരുന്നു ചിത്രത്തിലെ നായിക. സുധീർ നായരും വഴക്കിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അസീസ് നെടുമങ്ങാട്, ഭൃഗു, വിശ്വജിത്ത് SV, ബൈജു നെറ്റോ, തന്മയ സോൾ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ചന്ദ്രു സെൽവരാജാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. റാന്നി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലായി 15 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുന്നത്. കാണെ കാണെ, കള എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടൊവിനോ നായകനായി എത്തിയ സിനിമ തിരുവനന്തപുരം ചലച്ചിത്രമേളയിലും പ്രദർശിപ്പിച്ചിരുന്നു. കൂടാതെ മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ, അനോണിമൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയവയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. സിനിമയിലെ അഭിനയത്തിന് മികച്ച ബാലനടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും തന്മയ സോളിന് ലഭിച്ചു. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും പാരറ്റ് മൗണ്ട് പിക്ചേഴ്സുമാണ് വഴക്കിന്റെ നിർമ്മാതാക്കൾ. സനൽകുമാർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ടൊവിനോയും പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിന് വേണ്ടി ഗിരീഷ് നായരും ഇൻസ്റ്റഗ്രാം ലൈവിൽ വന്നിരുന്നു. സനൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടായതാവാമെന്നും അവ വാസ്തവ വിരുദ്ധമാണെന്നും കൂടാതെ വഴക്കൊരു നല്ല സിനിമയാണ്, താൻ ചെയ്ത ഒരു സിനിമയെയും മോശമായി കാണുന്ന ആളല്ല താനെന്നും ടൊവിനോ അന്ന് പറഞ്ഞിരുന്നു. സിനിമയുടെ പേരിൽ തങ്ങൾ പൈസ മുടക്കുകയും എന്നാൽ പ്രതിഫലമായി താനൊന്നും വാങ്ങിയില്ലെന്നുമൊക്കെയായിരുന്നു അന്ന് ടൊവിനോ പറഞ്ഞത്. ഇത് ഈ വിഷയത്തിലെ തങ്ങളുടെ അവസാന പ്രതികരണമാണെന്നാണ് ടൊവിനോയുടെ പരാമർശം. എന്നാൽ സംവിധായകൻ പ്രതികരണങ്ങൾ നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും നീണ്ട പോസ്റ്റുകൾ ഇട്ടു. പണം ചിലവാക്കിയതിന്റെയും കിട്ടിയതിന്റെയും ഒക്കെ കാര്യത്തിൽ ടൊവിനോ പറഞ്ഞത് കളവായെന്നായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ. അതിനു പിന്നാലെ സിനിമാമോഹികളായ ചെറുപ്പക്കാർക്കുള്ള ഉപദേശം പോലെയും അദ്ദേഹം ഒരു കുറിപ്പെഴുതി. ആരുടെയും പാദസേവ ചെയ്തുകൊണ്ട് സിനിമയിൽ കയറിപ്പറ്റാനാവില്ല എന്നൊക്കെയാണ് മുൻപത്തെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്. അതിനു പിന്നാലെയാണ് സിനിമയുടെ ഫുൾ കോപ്പിയുടെ വിമിയോ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത്. നിർമ്മാതാക്കളുടെ സമ്മതമില്ലാതെയുള്ള ഈ പ്രവൃത്തി തെറ്റായി പോയില്ലേ എന്നും ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ നിർമ്മിക്കാൻ ഏതെങ്കിലും നിർമ്മാതാക്കൾ തയ്യാറാകുമോ എന്നൊക്കെയാണ് കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.